അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മളുടെ നഴ്സിംഗ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അവസാനത്തെ ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും വായിക്കുക. ഇന്നത്തെയാണ് ലാസ്റ്റ് ക്ലാസ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരുപാടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു 1.5 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് തീർക്കേണ്ടതല്ല. പക്ഷേ നമ്മളെ ഒരു MCQ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടും നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് അല്ലാത്തത് കൊണ്ടും നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ പഠിച്ചു പോകുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് പിക്ടോഗ്രാം, പിക്ചർ ഡയഗ്രാം എന്നതിനെ കുറിച്ചാണ്. അനാലിസിസ് ഓഫ് ഡേറ്റയെ കുറിച്ച് നമ്മൾ പറഞ്ഞത് എല്ലാവർക്കും ഓർക്കുന്നുണ്ടായിരിക്കും. ഡേറ്റ അനാലിസിസിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പറഞ്ഞ് സംസാരിച്ച് നിർത്തിയത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പൊ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്? അതായത് നിങ്ങൾ കിട്ടിയ ഡേറ്റ, നിങ്ങൾ റിസർച്ചറായ നിങ്ങൾ ഡേറ്റ കളക്ട് ചെയ്തു, സ്റ്റഡി ചെയ്തു, എന്നിട്ട് അതിനെ നിങ്ങൾ അനലൈസ് ചെയ്തു, അതിനെ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പ് അതിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ വിളിക്കാൻ പറ്റും, അല്ലെ? അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഫസ്റ്റ് ആണ് ഇമ്പോർട്ടന്റ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ സെൻട്രൽ ടെൻഡൻസി എന്നല്ലേ? ആ വാക്കിൽ തന്നെ ഉണ്ട് സെൻട്രൽ ടെൻഡൻസി. അതായത് സപ്പോസ് നിങ്ങൾ ഒരു റിസർച്ചറാന്ന് വിചാരിക്കുക, നിങ്ങളൊരു സ്റ്റഡി ചെയ്യാൻ പോവാ, ഹീമോഗ്ലോബിനെ കുറിച്ചുള്ള സ്റ്റഡി. അപ്പൊ നിങ്ങൾ സ്റ്റഡി ചെയ്തു, നിങ്ങൾ ഡേറ്റ നിങ്ങളുടെ കയ്യിലുണ്ട്. ഹീമോഗ്ലോബിൻ പെർസെൻറ്റേജ്, സ്കൂൾ പിള്ളേരുടെ ഹീമോഗ്ലോബിൻ പെർസെൻറ്റേജിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളിൽ ഒരു വലിയ പോപ്പുലേഷനിലെ സ്കൂൾ ചിൽഡ്രൻ, ഇപ്പൊ സ്കൂൾ ചിൽഡ്രന്റെ ഹീമോഗ്ലോബിന്റെ ഡേറ്റ നിങ്ങൾ കിട്ടി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ആ ഡേറ്റ ഒരു സെൻട്രൽ വാല്യൂ എക്സ് ഓർ വൈ എന്തോ ആയിക്കോട്ടെ, ആ സെൻട്രൽ വാല്യൂവിന്റെ ചുറ്റും ക്ലസ്റ്റർ ആയിട്ട് കിടക്കൂലേ? അങ്ങനെ കിടക്കുകയാണെങ്കിൽ, ആ സെൻട്രൽ വാല്യൂവിന് ചുറ്റും ഒരു ക്ലസ്റ്റർ ഓഫ് ഡേറ്റ കിടക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അത് നമുക്ക് ഡേറ്റ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നിങ്ങൾ എല്ലാം ഹീമോഗ്ലോബിൻ പെർസെൻറ്റേജിന്റെ എല്ലാം ഡേറ്റ ആഡ് ചെയ്തിട്ട് അതിനൊരു സിംഗിൾ ഡേറ്റ, സപ്പോസ് നമുക്ക് അതിനെ എക്സ് എന്ന് വിളിക്കാം. അപ്പൊ ഹീമോഗ്ലോബിൻ പെർസെൻറ്റേജ് ഓഫ് സ്കൂൾ ചിൽഡ്രൻ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് എക്സ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടി. Then that x is called, the x can be used to compare the hemoglobin percentage of the school children. അതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഒന്നും മനസ്സിലായില്ലെന്നറിയാം, പക്ഷേ അതാണ് സെൻട്രൽ ടെൻഡൻസി. ഇതിനകത്ത് ചോദിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തന്നിരിക്കുന്ന വരിയിൽ ഏതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി? ഇനി ഒരുപാട് മെഷേഴ്സ് ഉണ്ട്, ഇത് ആദ്യത്തെ മെഷർ ആണ്. അപ്പൊ വ്യക്തമായി പഠിച്ചു വെക്കുക. മെഷേഴ്സ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ അഥവാ മീൻ എന്നും വിളിക്കാം, അരിത്തമെറ്റിക് മീൻ, ജിയോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, മീഡിയൻ മോഡ്. ഇത് മൂന്നും, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും മീൻ, മീഡിയൻ, മോഡ് ആണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ചോദിച്ചിട്ടുണ്ട് എക്സാമിന്, വെരി വെരി ഇമ്പോർട്ടന്റ്. മെഷേഴ്സ് സെൻട്രൽ ടെൻഡൻസി എന്താണ്? മെഷേഴ്സ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസർച്ചറാണ് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങളൊരു സ്കൂൾ ചിൽഡ്രന്റെ ഹീമോഗ്ലോബിൻ പെർസെൻറ്റേജ് ഡേറ്റ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ആ ഡേറ്റ കിട്ടുന്ന ഡേറ്റ നിങ്ങൾക്ക് ഒരു ക്ലസ്റ്റർ അല്ലേ, ഗ്രൂപ്പ് അല്ലേ, അതിന് ഒരു സെൻട്രൽ ടെൻഡൻസിന് ചുറ്റും കിടക്കുകയാണെങ്കിൽ ആ സെൻട്രൽ വാല്യൂ എന്നെ സൂചിപ്പിക്കുന്നതാണ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. ആ സ്കൂൾ ചിൽഡ്രൻ ഹീമോഗ്ലോബിൻ പെർസെൻറ്റേജ് എന്ന സ്റ്റഡി നിങ്ങൾ ചെയ്യുന്നു. ആരിൽ ചെയ്യുന്നു? സ്കൂൾ പിള്ളേരിൽ ചെയ്യുന്നു. ആ കിട്ടുന്ന ഡേറ്റ ഒരു സിംഗിൾ ഡേറ്റയല്ലേ? that single data can be used to compare the hemoglobin percentage of the school children. അതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അപ്പം ഈ ഡേറ്റ നിങ്ങൾക്ക് എന്തിനു ഉപയോഗിക്കാൻ പറ്റും? മെയിൻലി സെൻട്രൽ ടെൻഡൻസി ഡേറ്റ ഉപയോഗിക്കാൻ പറ്റുന്നത് ഗ്രൂപ്പുകളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഏതൊക്കെയാണ് മെഷർ ടെൻഡൻസി? മീൻ അഥവാ അരിത്തമെറ്റിക് മീൻ, ജിയോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, എല്ലാം മീൻ, മീഡിയൻ, മോഡ് ആർ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഇനി എന്താണ് അരിത്തമെറ്റിക് മീൻ? ചോദിക്കത്തില്ല, എന്നാലും നിങ്ങളോട് ഞാൻ പറയാം, അറിഞ്ഞിരിക്കണം എന്താണ് അരിത്തമെറ്റിക് മീൻ. തന്നിരിക്കുന്ന വാല്യൂസിന്റെ സമ്മിനെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വാല്യൂസ്. സപ്പോസ് ഹീമോഗ്ലോബിൻ പെർസെൻറ്റേജ് സ്കൂൾ ചിൽഡ്രൻ 10 പേര് ഹീമോഗ്ലോബിൻ പെർസെൻറ്റേജ്,
ഒരാളുടെ 5, ഒരാളുടെ 6, ഒരാളുടെ 7, ഒരാളുടെ 8, ഒരാളുടെ 10. ഇങ്ങനെ നിങ്ങൾക്ക് 5 പിള്ളേരുടെ 5 ഹീമോഗ്ലോബിൻ പെർസെന്റേജ് കിട്ടിക്കഴിഞ്ഞാൽ ഈ വാല്യൂസിനെല്ലാം ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വാല്യൂസ് 5 ഈസ് ദ അരിത്തമെറ്റിക് മീൻ. മനസ്സിലായോ? ദാറ്റ് ഈസ് അരിത്തമെറ്റിക് മീൻ. ഇനി എങ്ങനെ നിങ്ങൾക്ക് അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാം? നോക്കൂ, ഇതാണ് ഫ്രീക്വൻസി ടേബിൾ. നോക്കൂ, ഇവിടെ തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത്? പിള്ളേരുടെ വയസ്സ് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ കോളത്തില് നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഏജ് ഇൻ ഇയേഴ്സിന് നമുക്ക് എക്സ് ആയിട്ട് വിളിക്കാം, നമ്പർ ഓഫ് സ്റ്റുഡൻസിന് നമുക്ക് എഫ് ആയിട്ട് വിളിക്കാം. അപ്പൊ എന്താണ് എക്സ് എഫ്? 16 × 2, 12 × 4, 11 × 5, 10 × 6. ഡേറ്റ കിട്ടത്തില്ലേ? ഇതെല്ലാം കൂടെ നിങ്ങൾ ആഡ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ വാല്യൂ ഈസ് ദ arithmetic mean of a discrete frequency table. ഈ ടേബിളിന് പറയുന്ന പേരാണ് discrete frequency table. ഇങ്ങനെയാണ് നിങ്ങൾ arithmetic mean കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി മനസ്സിലായില്ലേ? നെക്സ്റ്റ് ഈസ് മീഡിയൻ. എന്താണ് മീഡിയൻ? മീഡിയൻ എന്ന് പറഞ്ഞാൽ it is denoted by the capital letter M. ഇതിന്റെ വേറൊരു പേരാണ് പൊസിഷണൽ ആവറേജ്. പൊസിഷണൽ ആവറേജ്. എന്താണ് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോർമുല? M is equal to n plus 1 the whole divided by 2. ഇപ്പൊ നോക്കൂ, നിങ്ങൾക്ക് ഒരു ഡേറ്റ തന്നിട്ടുണ്ട്. ഏതൊക്കെ ഡേറ്റ? 1, 2, 3, 4, 5 എന്ന് പറയുന്ന ഡേറ്റ നിങ്ങൾക്ക് തരികയാണെങ്കിൽ അതിന്റെ മീൻ നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എത്ര എണ്ണം പ്ലസ് 1 ഡിവൈഡ് ബൈ 2. സപ്പോസ് അവിടെ 5 റോ ഡേറ്റ നിങ്ങൾക്ക് തന്നു. അപ്പൊ എന്താണ് മീഡിയൻ? 5 plus 1 the whole divided by 2 is the median. അപ്പൊ എത്രയാണ്? 3 is the median. മനസ്സിലായില്ലേ? ഇത് ചോദിക്കും. മീഡിയൻ ഇതിന്റെ വേറൊരു പേരെന്താണ്? ആവറേജ്, പൊസിഷണൽ ആവറേജ്. ഒരു ഡേറ്റ നിങ്ങൾക്ക് തരും, തന്നിട്ട് ഇതിന്റെ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. ചെയ്യാലോ? ഒന്നുകൂടെ ഞാൻ പറയാം. റോ ഡേറ്റ, സപ്പോസ് നിങ്ങൾക്ക് ഡേറ്റ കിട്ടിയത് 1, 2, 3, 4, 5 എന്ന് പറയുന്ന റോ ഡേറ്റ ആണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം ഇതിന്റെ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? മീഡിയൻ എത്ര എണ്ണം നിങ്ങൾ കണ്ടെടുക്കും? എത്ര? അപ്പൊ സപ്പോസ് 5 ഡേറ്റ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ 5 plus 1 the whole divided by 2 is 6. 5 plus 1 divided by 2, that is 6 by 2 is 3. അപ്പൊ മൂന്നാമത്തെ ഡേറ്റയാണ് മീഡിയൻ. 1, 2, 3. 3 അല്ലേ മീഡിയൻ? ആ എണ്ണ എത്രാമത്തെ പ്ലേസിലാണ് ഇരിക്കുന്നത്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് മീഡിയൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മീനും ചോദിക്കാം, മീഡിയനും ചോദിക്കാം, സെൻട്രൽ ടെൻഡൻസി എന്തൊക്കെയാണെന്നും ചോദിക്കാം. നെക്സ്റ്റ്, ഇനി നോക്കൂ, ഇതിന്റെ മീഡിയൻ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. മീഡിയൻ ഓഫ് എ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടേബിൾ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും നിങ്ങൾ ഇവിടെയും നിങ്ങൾക്ക് ആ ഫോർമുല അപ്ലൈ ചെയ്യാം. M is equal to n plus 1 divided by 2. എത്രയാണ്? n plus 1 divided by 2. ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ, നോക്കൂ, ഇവിടെ ഒരു ഇൻകം തന്നിട്ടുണ്ട് x, നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് തന്നിട്ടുണ്ട് f, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 5, 4, 3, 2, 7. അപ്പൊ ഇത്രയും തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ m എന്ന് പറയുന്നത് n plus 1 the whole divided by 2. ചോദിക്കത്തില്ല, ബട്ട് ഫോർ യുവർ ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എപ്പോഴും നിങ്ങൾക്ക് ഇത്രയും കോംപ്ലക്സ് ചോദിക്കത്തില്ല. റോ ഡേറ്റ തന്നിട്ട് അതിന്റെ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാനേ ചോദിക്കുള്ളൂ. ഇനി എന്താണ് മോഡ്? മോഡ് എന്ന് പറഞ്ഞാൽ ഹാസ് ദ ഹൈയസ്റ്റ് ഫ്രീക്വൻസി. എത്രയാണോ തന്നിരിക്കുന്ന ഡേറ്റയിൽ എത്രയാണോ ഹൈയസ്റ്റ് ഫ്രീക്വൻസി അതാണ്. സപ്പോസ് നിങ്ങൾക്ക് ഡേറ്റ തന്നിരിക്കുന്നു 1, 2, 2, 3, 4. 1, 2, 2, 3, 4. അപ്പൊ 2 പ്രാവശ്യം എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു? 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തില്ലേ? എത്ര റിപ്പീറ്റ് ചെയ്യുന്നു അതാണ് മോഡ്. അപ്പൊ ഇവിടെ മോഡ് എത്രയാണ്? 2 is the mode. മനസ്സിലായില്ലേ? Now coming on measures central tendency. മനസ്സിലായി? മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്തൊക്കെയാണ്? മെഷേഴ്സ് സെൻട്രൽ ടെൻഡൻസി എന്താണ്?
ഒരു സെൻട്രൽ വാല്യൂവിന് ചുറ്റും വാല്യൂസ് കൂടി കടന്നു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് വിളിക്കാം. മെഷേഴ്സ് ഓഫ് ടെൻഡൻസി ഏതൊക്കെയാണ്? അരിത്തമെറ്റിക് മീൻ, ജിയോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, മീഡിയൻ മോഡ്. അപ്പൊ മീൻ, മീഡിയൻ, മോഡ് ആർ ദ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അരിത്തമെറ്റിക് മീൻ എന്താണ്? സം ഓഫ് വാല്യൂസ് ദ ഹോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വാല്യൂസ്. അതാണ് അരിത്തമെറ്റിക് മീൻ. ഇനി അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ, എക്സ് വന്നിരിക്കുന്നു, എക്സ് എഫ് വന്നിരിക്കുന്നു, എക്സ് എഫ് കാൽക്കുലേറ്റ് ചെയ്ത എക്സ് എഫ് ദ ഹോൾ ഡിവൈഡഡ് ബൈ 8. ഇനി അടുത്ത മീഡിയൻ. മീഡിയൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ടഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ എം. പൊസിഷണൽ ആവറേജ് എന്ന് വേറൊരു പേരാണ്. എം ഈസ് ഈക്വൽ ടു n പ്ലസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 ആണ്. n പ്ലസ് 1/2 അല്ല, n പ്ലസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പൊ നിങ്ങൾക്ക് റോ ഡേറ്റ തരും, 1 2 3 4 5 എന്നുള്ള റോ ഡേറ്റ തരും. എല്ലാം കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2, എന്നിട്ട് എത്രാമത്തെ പൊസിഷനിലാണ് ഡേറ്റ കിടക്കുന്നത് നോക്കുക. അതാണ് നിങ്ങളുടെ മീഡിയൻ. എപ്പോഴും കുട്ടികൾക്ക് തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ഡേറ്റ തരും, 1 2 3 4 5 6 എന്ന് തരും. അപ്പൊ എന്ത് ചെയ്യും? n എത്ര എണ്ണം കാൽക്കുലേറ്റ് ചെയ്യും. 6 എണ്ണം ഉണ്ടെങ്കിൽ r പ്ലസ് 1 ഡിവൈഡ് ബൈ 2 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവര് ആ നമ്പർ എഴുതുക. അതല്ല മീഡിയൻ. മീഡിയൻ എപ്പോഴും ആ തേർഡ് പ്ലേസ് എന്ത് പ്രോഡക്റ്റ് നടക്കുന്നു അതാണ് മീഡിയൻ. എപ്പോഴും ശ്രദ്ധിച്ചോളുക. എപ്പോഴും എക്സാമിന് ഏറ്റവും കുട്ടികൾ തെറ്റിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ്, ഇവിടെയും നിങ്ങൾക്ക് ഇതൊരു ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടേബിൾ ആണ്. ഇവിടെയും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, പക്ഷേ ഇത് ചോദിക്കത്തില്ല. ഫോർ യുവർ ഇൻഫർമേഷൻ ഞാൻ ഇത് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് n പ്ലസ് 1 ദ ഹോൾ ഡിവൈഡ് ബൈ 2 അപ്ലൈ ചെയ്യാം. ഇനി മോഡ്. മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂ വിത്ത് വിച്ച് ഹാസ് ദ ഹൈയസ്റ്റ് ഫ്രീക്വൻസി. സപ്പോസ് 1 2 2 3 3 3 3 പ്രാവശ്യം 3 റിപ്പീറ്റ് ചെയ്തു, 4 5 എന്നുള്ള ഡേറ്റ ആണെങ്കിൽ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു നോക്കണം. ആ റിപ്പീറ്റ് ചെയ്യുന്നതാണ് മോഡ്. അപ്പൊ മീൻ, മീഡിയൻ, മോഡ് ഒന്നുകിൽ ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് ടെൻഡൻസിയിൽ എന്തൊക്കെ വരുന്നു എന്നും ചോദിക്കാം. ഇനി കമ്മിങ് ഓൺ ടു മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ അപ്പം എക്സാമിന് ചോദിക്കുക. എപ്പോഴും തിരിഞ്ഞു പോകരുത്. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും മെഷേഴ്സ് ഓഫ് ടെൻഡൻസിയും എപ്പോഴും ഓർത്ത് വെച്ചേക്കുക. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ ഏതൊക്കെ വരും? റേഞ്ച്, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ. അപ്പൊ എപ്പോഴും മെഷേഴ്സ് ടെൻഡൻസിയിൽ എന്തൊക്കെ വരും? സെൻട്രൽ ടെൻഡൻസിയിൽ മീൻ, മീഡിയൻ, മോഡ്. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിലോ റേഞ്ച്, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. സ്റ്റാറ്റിസ്റ്റിക്സിൽ നോക്കൂ, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ കുറെ സിമ്പിൾ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. കാരണം ഒരുപാട് കോംപ്ലക്സ് ആയിരിക്കും. കാരണം കോംപ്ലക്സ് ചോദിക്കാൻ റിസർച്ചിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനകത്ത് എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പക്ഷെ നമ്മൾ പഠിക്കത്തില്ല. നമ്മൾ റിസർച്ച് പഠിക്കും, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കത്തില്ല. അപ്പൊ ഇത് എപ്പോഴും ഓർത്തുകൊള്ളുക. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വേറൊരു പേരാണ് വേരിയേഷൻ അഥവാ ഓർ ഡിസ്പേർഷൻ. അപ്പം ഇതിനകത്ത് എന്തൊക്കെ വരും? റേഞ്ച്, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഇനി അടുത്ത് റേഞ്ച്. റേഞ്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. ഇപ്പൊ സപ്പോസ് ഡേറ്റ തന്നിരിക്കുന്നു 1 2 3 4 5 6. അപ്പൊ എങ്ങനെ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യും? ഹയസ്റ്റ് വാല്യൂ 6, ലോവസ്റ്റ് വാല്യൂ എത്ര? 1. 6 മൈനസ് 1 റേഞ്ച് എത്ര? 5. 5 ഈസ് ദ റേഞ്ച്. മനസ്സിലായോ? റേഞ്ച് മനസ്സിലായി. നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? SD അല്ലെങ്കിൽ സിമ്പൽ സിഗ്മ എന്നൊരു സിമ്പൽ ഉണ്ട്. ഈ സിമ്പൽ SD എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ഡാഷ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n. എക്സ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഡേറ്റ മൈനസ് അതിന്റെ മീൻ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n. കണ്ടിന്യൂസ് ഡേറ്റ ആണെങ്കിൽ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ഡാഷ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഡിവൈഡഡ് ബൈ n. പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയർ ഡീവിയേഷൻസ് arithmetic mean that we called as standard deviation. Formula എന്താണ്? root of x minus x dash the whole square divided by n. അപ്പം നോക്കൂ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ നിങ്ങൾക്ക് x തന്നിരിക്കുന്ന വാല്യൂ എത്ര? 10 20 30 40. ഇനി ആദ്യം എന്ത് ചെയ്യണം? ഇതിന്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. മീൻ എങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും? the whole ഡേറ്റ ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ n. അപ്പൊ നിങ്ങൾക്ക് മീൻ കിട്ടിയില്ലേ?
അപ്പൊ x മൈനസ് എക്സ് ഡാഷ് എത്ര 10 മൈനസ് സപ്പോസ് ഇത് മീൻ വിചാരിക്കുക 15 എന്ന് വിചാരിക്കുക 10 മൈനസ് 15 എത്ര 20 മൈനസ് 15 30 മൈനസ് 15 40 മൈനസ് 15 x മൈനസ് എക്സ് ഡാഷ് കിട്ടിയില്ലേ ഇനി ഇതിനെ സ്ക്വയർ ചെയ്യുക അപ്പൊ സ്ക്വയർ ചെയ്യൂ x മൈനസ് എക്സ് ഡാഷ് ദ ഹോൾ സ്ക്വയർ അപ്പം ഇവിടെ 5 എന്ന് വിചാരിക്കുക 5 സ്ക്വയർ അപ്പൊ ഈ ഡേറ്റയുടെ സ്ക്വയർ ഇതിന്റെ സ്ക്വയർ ഇതിന്റെ സ്ക്വയർ ഇതിന്റെ സ്ക്വയർ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക the whole divided by n root of x minus x dash the whole square divided by n is the standard deviation of this discrete data. ഇനി ഇതിന്റെ ഇതാണ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിൾ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിളിന്റെ ഡേറ്റയും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ഇതിന്റെ മീൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം അതിന്റെ ഫോർമുല ഉണ്ട് SD is equal to root of x minus x dash നോക്കൂ root of x minus x dash ഇതല്ലേ x minus x dash the whole square divided by n എത്ര n into f ദാ നോക്കൂ ഇതാണ് f മനസ്സിലായില്ലേ ഇതാണ് f അപ്പൊ എന്ത് ചെയ്യും സപ്പോസ് ഇവിടെ ഡേറ്റ തന്നിട്ടുണ്ട് വെയിറ്റ് ആണ് തന്നിരിക്കുന്നത് വെയിറ്റ് 2 to 4 ഫ്രീക്വൻസി ടേബിൾ 4 to 6 6 to 8 f എത്രയാണ് 2 3 4 മിഡ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നിട്ട് xf കാൽക്കുലേറ്റ് ചെയ്യുക x into f കാൽക്കുലേറ്റ് ചെയ്യുക x into f ഈ മിഡ് പോയിന്റ് into f അത് കഴിഞ്ഞ് ഇതിന്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യുക സപ്പോസ് ഇതിന്റെ മീൻ 5 എന്ന് വിചാരിക്കുക അപ്പൊ തന്നിരിക്കുന്ന വാല്യൂ മൈനസ് അതിന്റെ മീൻ എല്ലാം അതേപോലെ അതിന്റെ സ്ക്വയർ ചെയ്യുക എന്നിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇതിന്റെ സ്ക്വയർ x മൈനസ് എക്സ് ഡാഷ് ദ ഹോൾ സ്ക്വയർ ഇത് ആഡ് ചെയ്യുക ഇൻറ്റു എഫ് ഇത് തന്നിരിക്കുന്ന എഫ് ഡിവൈഡഡ് ബൈ n അതാണ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിളിന്റെ ഡേറ്റ മനസ്സിലായില്ലേ നൗ കമ്മിങ് ഓൺ ടു നോർമൽ പ്രോബബിലിറ്റി കർവ് നോർമൽ പ്രോബബിലിറ്റി കർവിന്റെ വേറൊരു പേരെന്താണ് ചോദിക്കും നോർമൽ ബെൽ ഷേപ്ഡ് കർവ് അപ്പൊ അതിനൊരു പെക്യൂലിയാരിറ്റി ഉണ്ട് കർവിന് മീൻ ഈസ് ഈക്വൽ ടു മീഡിയൻ ഈസ് ഈക്വൽ ടു മോഡ് മീൻ ഈസ് ഈക്വൽ ടു മീഡിയൻ ഈസ് ഈക്വൽ ടു മോഡ് അതാണ് ഇതിന്റെ ബേസിക് ക്വാളിറ്റി എപ്പോഴും കർവ് ഇങ്ങനെയായിരിക്കും ബെൽ ഷേപ്ഡ് ആയിരിക്കും അതുകൊണ്ടാണ് അതിന്റെ ബെൽ ഷേപ്ഡ് നോർമൽ പ്രോബബിലിറ്റി കർവ് എന്ന് പറയുന്നത് നോർമൽ ബെൽ ഷേപ്ഡ് കർവ് ആണ് ഇതിന്റെ വേറൊരു പേരാണ് ഗുസിയൻ കർവ് ഗോസിയൻ കർവ് GAU എഴുതി വെച്ചേക്കുക GAU SSIAN ഗോസിയൻ കർവ് ഞാനത് വരച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് കർവ് ഇരിക്കുന്നതെന്ന് നോക്കൂ ഇങ്ങനെ നോക്കൂ ഇതാണ് എക്സ് ആക്സിസ് എന്ന് വിചാരിക്കുക ഇതാണ് y ആക്സിസ് അപ്പൊ എന്തെങ്കിലും നോർമൽ പ്രോബബിലിറ്റി കർവ് ഇതൊക്കെ നോർമൽ പ്രോബബിലിറ്റി കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നോർമൽ പ്രോബബിലിറ്റി കർവ് ഇരിക്കുന്നത് മനസ്സിലായില്ലേ ദിസ് ഈസ് കോൾഡ് ആസ് നോർമൽ പ്രോബബിലിറ്റി കർവ് where mean is equal to median is equal to median is equal to mode മനസ്സിലായില്ലേ ഇതാണ് കർവ് എപ്പോഴും കർവിന്റെ പെക്യുലാരിറ്റി എന്താണ് കർവ് ഓടിക്കും നോക്കൂ ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ടോ എക്സ് ആക്സിസിലും y ആക്സിസിലും എക്സ് ആക്സിൽ ടച്ച് ചെയ്യുന്നു നോക്കൂ അത് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത് അല്ലേ ഇങ്ങനെയാ പോകുന്നത് y ആക്സിസ് ഇങ്ങനെയാണ് ഇതൊരിക്കലും ടച്ച് ചെയ്യത്തില്ല സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് നോർമൽ പ്രോബബിലിറ്റി കർവ് നോർമൽ പ്രോബബിലിറ്റി കർവിന്റെ വേറൊരു പേരാണ് ചോദിക്കും ഗോസിയൻ കർവ് GAU SSIAN ഗോസിയൻ കർവ് ആൻഡ് peculiarity എന്താണ് mean is equal to median is equal to mode and total area of the curve is 1 very important total area of the curve is 1 ഇതിന്റെ വേറൊരു പേരാണ് സ്റ്റാൻഡേർഡ് നോർമൽ കർവ്
ഇപ്പൊ നോൺ പോവർട്ടി കർവിന്റെ വേറൊരു പേരെന്താണ്? സ്റ്റാൻഡേർഡ് നോർമൽ കർവ്. ഇതൊരു ബെൽ ഷേപ്ഡ് കർവ് ആണ്. ഇതിന്റെ വേറൊരു പേരാണ് ഗോസിയൻ കർവ്. വേർ മീൻ ഈസ് ഈക്വൽ ടു മിഡിൽ ഈസ് ഈക്വൽ ടു മോഡ്. കർവിന്റെ പെക്യുലാരിറ്റി എന്താണ്? കർവ് സിമെട്രിക്കൽ ആണ്, അസിംപ്ടോട്ടിക് ആണ്. കാരണം നോക്കൂ, ഷേപ്പ് കർവ് എക്സ് ആക്സിസ് വൈ ആക്സിൽ ടച്ച് ചെയ്യുന്നില്ല. ഇറ്റ് ഗോസ് ഇൻ ടു ഇൻഫിനിറ്റി. ടച്ച് ചെയ്യുന്നത് ഈ ആക്സിസിൽ ടച്ച് ചെയ്യാതെ ഇത് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് ബെൽ ഷേപ്ഡ് കർവ് അഥവാ നോർമൽ ബെൽ ഷേപ്ഡ് കർവ്. വെരി ഇമ്പോർട്ടൻറ്റ്, ചോദിച്ചിട്ടുണ്ട്, ഇത് ചോദിക്കുകയും ചെയ്യും. നൗ അപ്പൊ നോക്കൂ, എന്താണ് കർട്ടോസിസ്, എന്താണ് സ്ക്യൂനെസ്, അല്ലെ? കർട്ടോസിസ് ആൻഡ് സ്ക്യൂനെസ് ചോദിച്ചിട്ടുണ്ട്, അത് ചോദിക്കുകയും ചെയ്യും. അത് ഞാൻ വരച്ച് കാണിച്ചത് നിങ്ങൾക്ക്. അതിനു മുമ്പ് നോബിലിറ്റി കർവ് മനസ്സിലായി. ഇനി അടുത്തത് ഇതിന്റെ പെക്യൂലിയാരിറ്റി ആണ്. ടോട്ടൽ ഏരിയ ഞാൻ പറഞ്ഞതുപോലെ 1 ആണ്. മീൻ ഈസ് 0. Mean, median and mode coincide. Mean is equal to median is equal to mode. എപ്പോൾ ബെൽ ഷേപ്പ് പെർഫെക്റ്റ്ലി സിമെട്രിക്കൽ കർവ് ആണ്. അത് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. അത് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നില്ല. എപ്പോഴും മനസ്സിലാക്കാം. Now coming on to kurtosis and skewness. എന്താണ് പോസിറ്റീവ് സ്ക്യൂനെസ്, എന്താണ് നെഗറ്റീവ് സ്ക്യൂനെസ്? എന്താണ് പോസിറ്റീവ് സ്ക്യൂനെസ്, എന്താണ് നെഗറ്റീവ് സ്ക്യൂനെസ്? അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പോസിറ്റീവ് സ്ക്യൂനെസ് എന്താണ്, നെഗറ്റീവ് സ്ക്യൂനെസ് എന്താണ്? പോസിറ്റീവ് സ്ക്യൂനെസ്സിൽ മീൻ എപ്പോഴും മീഡിയനെക്കാട്ടിയും വലുതായിരിക്കും. എപ്പോഴും മനസ്സിലാക്കാം, പോസിറ്റീവ് സ്ക്യൂനെസ് ആണെങ്കിൽ മീൻ എപ്പോഴും മീഡിയനെക്കാട്ടിയും വലുതായിരിക്കും. നോക്കൂ, ഇതൊരു ഗ്രാഫാന്ന് വിചാരിക്കുക. പോസിറ്റീവ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും. നെഗറ്റീവ് സ്ക്യൂനെസ് ആണെങ്കിൽ മീൻ ലെസ് ദാൻ മീഡിയൻ, അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് എപ്പോഴും ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിരിക്കും. ഇങ്ങനെയായിരിക്കും ഗ്രാഫ് കാണുന്നത്. പോസിറ്റീവ് സ്ക്യൂനെസ് ആണെങ്കിൽ റൈറ്റിലോട്ടും, എന്റെ റൈറ്റിലോട്ടും, നിങ്ങളത് ലെഫ്റ്റ് ആയിരിക്കും. നെഗറ്റീവ് സ്ക്യൂനെസ് ആണെങ്കിൽ ലെഫ്റ്റിലോട്ട്. മീൻ ലെസ്, എപ്പോഴും ആലോചിച്ചോളുക, പോസിറ്റീവ് സ്ക്യൂനെസ്സിൽ മീൻ ഓൾവേസ് വിൽ ബി ഗ്രേറ്റർ ദാൻ മീഡിയൻ. നെഗറ്റീവ് സ്ക്യൂനെസ് ആണെങ്കിൽ മീൻ ഓൾവേസ് ലെസ് ദാൻ മീഡിയൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. Now coming on to correlational coefficient, very very important. Suppose നോക്കൂ, രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മളിപ്പോൾ റിസർച്ചർ ആണ്. അപ്പൊ റിസർച്ചർ എപ്പോഴും പറയേണ്ടത് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെയിറ്റ് ആവാം, ഹൈറ്റ് ആവാം, അല്ലെങ്കിൽ ഏജ് ആകാം, അല്ലെ? അപ്പം നമുക്കിപ്പോ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആകാം, വെയിറ്റും ഹൈറ്റും എടുക്കാം. അപ്പൊ വെയിറ്റും ഹൈറ്റും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ, അസോസിയേഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. സപ്പോസ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഏത് രണ്ട് പാരാമീറ്റേഴ്സിനെയും അല്ലെങ്കിൽ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സിനെയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അളക്കുന്ന ഒരു സാധനമാണ് കോറിലേഷണൽ കോഎഫിഷ്യന്റ്. Correlational coefficient identifies a relationship between two variables which are called correlation. അപ്പം എത്ര തരം correlation coefficient ഉണ്ട്? There are five types of correlation coefficient. One is called perfect positive correlation. What is perfect positive correlation? എനിക്ക് പറഞ്ഞു, perfect positive correlation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഞാൻ വരയ്ക്കാൻ നോക്കുവാണ്. പെർഫെക്റ്റ് കോറിലേറ്റ്, എപ്പോഴും പെർഫെക്റ്റ് ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുക, മനസ്സിലാകാൻ വേണ്ടിയാണ്, കാരണം ഇത് റബ്ബ് ആവുന്നില്ല.
പെർഫെക്റ്റ് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ് ഞാൻ നോക്കട്ടെ, ഒന്ന് മായ്ക്കാൻ ശ്രമിക്കുക. 2 മിനിറ്റ് ഈ സമയം തരണേ. ഓക്കെ, ഓക്കെ പോട്ടെ. അത് മായാൻ പറ്റുന്നില്ല, വരയ്ക്കാൻ ശ്രമിക്കും. ഞാൻ പറഞ്ഞുതരാം, വരയ്ക്കാൻ നോക്കാൻ പറ്റുന്നില്ല. പെർഫെക്റ്റ് കോറിലേഷൻ, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ സങ്കല്പിക്കുക എക്സ് ആക്സിസ് വൈ ആക്സിസ്. ആ എക്സ് ആക്സിസും വൈ ആക്സിസും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്താണ് നോക്കൂ. ഇത് സപ്പോസ് ഇത് എക്സ് ആക്സിസ് എന്ന് വിചാരിക്കുക. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. അപ്പൊ ഇവിടുന്ന് ഒരു ഡയറക്ട്ലി ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ, സപ്പോസ് ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും, ഇവിടുന്ന് ഒരു ഡയറക്ട്ലി ഒരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ എക്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വൈ അല്ലേ? രണ്ട് വേരിയബിൾസ്, എക്സിലുള്ള വേരിയബിൾസും വൈയിലുള്ള വേരിയബിൾസും ഒരേ രീതിയിലല്ലേ പോകുന്നത്, അല്ലെങ്കിൽ ഒരേ വീഴ്ച, ഒന്നുകിൽ വീഴും അല്ലെങ്കിൽ നേരെ പോകും. അപ്പൊ റൈസ് ഒന്നും ഒരേ രീതിയിലല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ സപ്പോസ് ബെസ്റ്റ് എക്സാമ്പിൾ, നിങ്ങളുടെ ഡെസിഗ്നേഷൻ ഇപ്പൊ നിങ്ങൾ ഒരു നഴ്സിംഗ് ഓഫീസർ എന്ന് വിചാരിക്കുക. നിങ്ങളുടെ സാലറി സീനിയർ നഴ്സിംഗ് ഓഫീസർ ആകുമ്പോൾ നഴ്സിംഗ് ഓഫീസറെ കാട്ടിയും കൂടൂലേ? ഇല്ലേ? ബെസ്റ്റ്, അതാണ് എക്സാമ്പിൾ. ദാറ്റ് ഈസ് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. ഇനി പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ നോക്കൂ. പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ സങ്കല്പിക്കുക, എക്സ് ആക്സിസ് വൈ ആക്സിസ്. എപ്പോഴും ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഗ്രാഫ് ഇങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും. എക്സ് നിന്ന് വൈയിൽ ഇങ്ങനെയായിരിക്കും. എക്സ് നിന്ന് വൈയിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ നമ്മൾ പറയും. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ നമ്മൾ പറഞ്ഞു, എക്സിന് വൈയിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇവിടെ എന്ത് പറയുന്നു? എക്സ് ആൻഡ് വൈയിൽ നിന്നും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ നോക്കൂ, എന്റെ എക്സാമ്പിൾ എന്ന് പറയാം, എക്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പം ആർ ഈസ് ഈക്വൽ ടു എന്താണ്? ആർ ഈസ് ഈക്വൽ ടു -1. ഇവിടെ എന്തായിരുന്നു? ആർ ഈസ് ഈക്വൽ ടു +1 അല്ലെങ്കിൽ ആർ +1 ആണ്. അപ്പൊ ഇവിടെ ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ അല്ലേ? എക്സാമ്പിൾ പറയൂ, ഒരു എക്സാമ്പിൾ പറയാമോ? ഇപ്പൊ സപ്പോസ് ടീച്ചർ ഭയങ്കര ഡിസിപ്ലിൻ ആണെങ്കിൽ പിള്ളേര്, ടീച്ചർ ഭയങ്കര സ്ട്രിക്റ്റ് ആണെങ്കിൽ പിള്ളേര് ഡിസിപ്ലിൻ ആയിരിക്കൂലേ? അതെന്താണ്? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഇനി സപ്പോസ് ടീച്ചർ പാവമാണ്, ടീച്ചർ ഒന്നും മിണ്ടതില്ല, ടീച്ചർ, അപ്പൊ നിങ്ങളെ ഡിസിപ്ലിൻ എന്തായിരിക്കും? ഡിസിപ്ലിൻ താഴോട്ട്. ഡിസിപ്ലിൻ ഉണ്ടാവോ പിള്ളേർക്ക്? ഇല്ല. അപ്പൊ അത് വി ക്യാൻ കോൾ ഇറ്റ് ആസ് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. അപ്പൊ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. മനസ്സിലായോ? നൗ കമ്മിങ് ഓൺ ടു മോഡറേറ്റ്ലി പോസിറ്റീവ് കോറിലേഷൻ. എന്താണ് മോഡറേറ്റ്ലി പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഗ്രാഫ് എക്സ് പോലെ ആയിരിക്കും. ഇങ്ങനെ ഒരു വര ഇങ്ങനെ, ഒരു വര ഇങ്ങനെ, എക്സിലും വൈയിലും ടച്ച് ചെയ്യത്തില്ല. ഒരു എക്സാമ്പിൾ പറയാമോ? ഒരു എക്സാമ്പിള്, ഇപ്പൊ നിങ്ങൾ ശരീരത്തിൽ കാണുന്ന പ്ലാസ്മ വാല്യൂ അല്ലെങ്കിൽ നിങ്ങളെ സർക്കുലേറ്റിംഗ് ആൽബുമിൻ അല്ലെ, നിങ്ങൾ ആൽബുമിനും നിങ്ങളെ പ്ലാസ്മ വാല്യൂവും ഒരു ഒന്ന് മോഡറേറ്റ്, അതായത് മോഡറേറ്റ്ലി പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. അത് ഒരു ഈ പ്ലാസ്മ വാല്യൂ കൂടുമ്പോൾ ആൽബുമിൻ ഒന്നും സംഭവിക്കുന്നു, സർക്കുലേറ്റിംഗ് ആൽബുമിൻ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അല്ലാതെ മോഡറേറ്റ് ആയിട്ട് പോകുന്നു. അതാണ് ഇപ്പൊ ജിമ്മിൽ പോകുന്ന ആൾക്കാർ, അതൊരു മോഡറേറ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. അതായത് വെയിറ്റും
അവരുടെ വെയിറ്റും അവരുടെ ഹൈറ്റ് പോട്ടെ, വെയിറ്റും അവരുടെ ഫുഡ് ഇൻടേക്കും ഒരു മോഡറേറ്റ് ആണ്. വി കൻ കോൾ ഇറ്റ് ആസ് മോഡറേറ്റ്ലി പോസിറ്റീവ് കോറിലേഷൻ. ഇനി അടുത്ത മോഡറേറ്റ്ലി നെഗറ്റീവ് കോറിലേഷൻ. നമ്മൾ മോഡറേറ്റ്ലി പോസിറ്റീവ് നമ്മൾ എങ്ങനെയാ വരച്ചത്? ഇങ്ങനെയാ വരച്ചത്, എക്സ് എന്ന് ഇങ്ങനെയാ വരച്ചത്. മോഡറേറ്റ്ലി നെഗറ്റീവ് കോറിലേഷൻ എങ്ങനെയാ വരച്ചത്? ഇങ്ങനെയാ വരയ്ക്കുന്നത്. എക്സ് ഇങ്ങനെ ആവും. മോഡറേറ്റ്ലി നെഗറ്റീവ് കോറിലേഷൻ. മനസ്സിലായില്ലേ? നമ്മളുടെ ബെസ്റ്റ് എക്സാമ്പിൾ, വയസ്സ് കൂടുന്നതനുസരിച്ച് വൈറ്റൽ കപ്പാസിറ്റി വ്യതിയാനം സംഭവിക്കുന്നില്ലേ? ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ മോഡറേറ്റ് നെഗറ്റീവ്. വൈറ്റൽ കപ്പാസിറ്റി മനസ്സിലായി എന്താന്ന്? നമ്മളെ ലങ്സിന്റെ കപ്പാസിറ്റി, ഈ എയർ പുറത്തേക്ക് തള്ളാനുള്ള അതിനെയാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി അബ്സല്യൂട്ട്ലി നോ കോറിലേഷൻ. അബ്സല്യൂട്ട്ലി നോ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വര ഇങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും, ഒരെണ്ണം ഇങ്ങനെ 90 ഡിഗ്രിയിൽ, ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ, ഒരെണ്ണം ഇങ്ങനെ ക്രോസ് ആയിട്ട്. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി നോ കോറിലേഷൻ. അവിടെ ആർ എന്തായിരിക്കും? ആർ ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി നോ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ വല്ല ബന്ധമുണ്ടോ? ഇല്ല. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പൊ നാട്ടില് ഇപ്പോഴത്തെ കോമൺ സാധനമാണ് MDMA. അപ്പൊ MDMA ഹൈ ക്ലാസ് ആൾക്കാർക്ക് മാത്രമാണ്, അല്ലെങ്കിൽ പൈസ ഉള്ളവർ ആരും ഉപയോഗിക്കും MDMA. ദാറ്റ് ഈസ് നോ കോറിലേഷൻ. ഒന്നുമായിട്ടും ബന്ധമില്ല. അതാണ് അബ്സല്യൂട്ട്ലി നോ കോറിലേഷൻ. അപ്പൊ ഇത്രയാണ് കോറിലേഷണൽ കോഎഫിഷ്യന്റ്. എന്താണ് കോറിലേഷൻ കോഎഫിഷ്യന്റ്? രണ്ട് വസ്തുക്കൾ അല്ലെങ്കിൽ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്, സപ്പോസ് ഹൈറ്റ് ആൻഡ് വെയിറ്റ് തമ്മിലുള്ള ബന്ധത്തെ, അസോസിയേഷനെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു റിസർച്ച് പാരാമീറ്റർ ആണ് കോറിലേഷണൽ കോഎഫിഷ്യന്റ്. എത്ര തരമുണ്ട്? പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, മോഡറേറ്റ് പോസിറ്റീവ് കോറിലേഷൻ, മോഡറേറ്റ്ലി നെഗറ്റീവ് കോറിലേഷൻ. മോഡറേറ്റ് നെഗറ്റീവ് നമ്മൾ പറഞ്ഞില്ല. അബ്സല്യൂട്ട് നോ കോറിലേഷൻ. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനിൽ R+1 ആയിരിക്കും. പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനിൽ R-1 ആയിരിക്കും. മോഡറേറ്റ്ലി പോസിറ്റീവ് കോറിലേഷനിൽ 0 R1 ആയിരിക്കും. മോഡറേറ്റ്ലി നെഗറ്റീവില് -1 R1 ആയിരിക്കും. അബ്സല്യൂട്ട് നോ കോറിലേഷനിൽ R ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇത് ഓർത്ത് വച്ചോളുക. ഇത് ചോദിച്ചിട്ടുണ്ട്, ചോദിക്കും. വെരി വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് കമ്മിങ് ഇനി നമ്മൾ പറഞ്ഞില്ലേ, കോറിലേഷനെ പറ്റി പറഞ്ഞായിരുന്നു. ഇനി കോറിലേഷനെ വേരിയബിൾസ്, ഇപ്പൊ നമുക്ക് ഹൈറ്റ് വെയിറ്റിനെ വേരിയബിൾ ആയിട്ട് എടുക്കാം. ഈ രണ്ട് വേരിയബിൾസിനെയും സ്റ്റഡി ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് കോറിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോഎഫിഷ്യൻസ് ആണ് കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റും സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ്. മനസ്സിലായില്ലേ? ഈ കാൾ പിയേഴ്സന്റെ വേറൊരു പേരാണ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ. എക്സാമിന് ചോദിക്കും, കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഈസ് അതർവൈസ് കോൾഡ് ആസ് വാട്ട്? പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ. ഇത് ഡിഗ്രി ഓഫ് ലീനിയർ റിലേഷൻഷിപ്പ്, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന പാരാമീറ്റർ ആണ് കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ്. സപ്പോസ് എടുക്കുക, ഒരു വ്യക്തിയുടെ വെയിറ്റ്, അവരുടെ കൊളസ്ട്രോൾ, ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ ബന്ധമുണ്ടെങ്കിൽ അത് എങ്ങനെയാണ്? അതിനൊരു ഫോർമുല ഉപയോഗിക്കും. അറിയേണ്ട കാര്യമില്ല, എന്നാലും ഫോർ ഇൻഫർമേഷൻ പറയാം. R is equal to sigma x minus x dash into y minus y dash the whole divided by root of x minus x dash the whole square into sigma y minus y dash. അതാണ് കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? R is equal to sigma x minus x dash into y minus y dash the whole divided by root of sigma x minus x dash the whole square into sigma y minus y dash the whole square. അതിനെയാണ് കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ വേറൊരു പേരാണ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ. പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ. മനസ്സിലായോ? Now coming on to Spearman's rank correlation coefficient. എന്താണ്? എന്ത് പറഞ്ഞു? കാൾ പിയേഴ്സണിലെ ലീനിയർ റിലേഷൻഷിപ്പ്, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പാരാമീറ്റർ ആണ് കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ്. എന്താണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ്? രണ്ട് വസ്തുക്കൾ, രണ്ട് വേരിയബിൾസ്, അല്ലെങ്കിൽ സപ്പോസ് വെയിറ്റും കൊളസ്ട്രോളും റാങ്ക് ചെയ്യാൻ, നമുക്ക് റാങ്ക് ചെയ്യാൻ രണ്ട് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുണ്ടെങ്കിൽ
അതിന്റെ റാങ്ക് ഉപയോഗിച്ച് നമുക്ക് പറ്റുന്ന വസ്തുവാണ് സ്പിയർമാൻസ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. അപ്പൊ സ്പിയർമാൻസ് കോറിലേഷൻ കോഎഫിഷ്യന്റിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതിനൊരു ഫോർമുലയുണ്ട്, പഠിക്കേണ്ട കാര്യമില്ല. 6 into 1 minus 6 into sigma d square plus cf by n into n square minus 1. പഠിക്കേണ്ട കാര്യമില്ല, കുറെ ഇൻഫർമേഷൻ പറഞ്ഞതേ ഉള്ളൂ. 0.1 to minus 0.3 അല്ലെങ്കിൽ 0.1 to 0.3 is a weak relation. 0.3 to 0.5 മൈനസിന് ഇവിടെ ഒരു പ്രാധാന്യമില്ല. അങ്ങനെ എക്സാമിന് ചിലപ്പോൾ മൈനസ് എന്നും വരാം പ്ലസ് എന്നും വരാം. മൈനസ് 0.1 to minus 0.3 അല്ലെങ്കിൽ 0.1 to 0.3 which indicates weak relationship. Minus 0.3 to minus 0.5 and 0.3 to 0.5 is a moderate relationship. Minus than minus 0.5 or greater than 0.5 is a strong relationship. ഇത് ചോദിക്കാം, ഇത് ചോദിച്ചിട്ടുണ്ട്, ചോദിക്കുകയും ചെയ്യും. It is very important. രണ്ട് തരം കോറിലേഷൻഷിപ്പിനെ പറ്റി കോറിലേഷൻ കോഎഫിഷ്യന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്നാമത്തത് കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ്, രണ്ടാമത്തത് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷണൽ കോഎഫിഷ്യന്റ്. അപ്പൊ ഇത്രയും മനസ്സിലായി. നൗ കമ്മിങ് ഓൺ ടു ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ ആദ്യമേ പറയേണ്ടത് ഡിഗ്രി ഓഫ് ഫ്രീഡം. എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം? സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വസ്തുവാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. അതിന് ഡി എഫ്, സ്മോൾ ലെറ്റർ ഡി ആണ് ക്യാപിറ്റലാണ് കൊടുത്തേക്കുന്നത്. സ്മോൾ ലെറ്റർ ഡി എഫ് എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ഡി എഫ്. ഡി എഫ് എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂസ് വേരി ചെയ്യുന്നുണ്ട്, അതാണ് നിങ്ങളുടെ ഡി എഫ്. നമ്പർ ഓഫ് വാല്യൂസ് ആർ ഫ്രീ ടു വേരി. എത്ര വാല്യൂസ് ഫ്രീ ആയി വേരി ചെയ്യുന്നു, അതിന് പറയുന്ന പേരാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. കൈ സ്ക്വയറിൽ അപ്പൊ ചോദിക്കും, കൈ സ്ക്വയർ ടെസ്റ്റിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര? ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ഫോർമുല വെരി വെരി ഇമ്പോർട്ടന്റ്. കൈ സ്ക്വയർ ടെസ്റ്റിലാണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് C-1 into R മൈനസ്. ഇങ്ങനെ പഠിച്ചു കേട്ടോ. അപ്പൊ നിങ്ങൾ ചോദിക്കും കൈ സ്ക്വയർ ടെസ്റ്റ് എന്താണ്? ഇൻ ഡീറ്റെയിൽ വേണ്ട, കാരണം നമുക്ക് എക്സാമിന് എന്താണോ ചോദിക്കുന്നത് അത് മാത്രമേ എന്റെ സ്ലൈഡുകളിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, അതേ ചോദിക്കുകയുള്ളൂ. ഔട്ട്സൈഡ് ദ റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ഔട്ട്സൈഡ് ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് ചോദിക്കില്ല. എല്ലാം ഇത്രേ ചോദിക്കുള്ളൂ. എപ്പോഴും അത് കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. ഇത്ര മാത്രം പഠിക്കുക. കൈ സ്ക്വയർ ടെസ്റ്റിന്റെ ഡി എഫ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? C-1 into R-1. അൺപെയർ ടെസ്റ്റിന്റെ ഡി എഫ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? N1 plus N2 minus 2. പെയർ ടി ടെസ്റ്റിന്റെ വാല്യൂ ഡി എഫ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? N-1. സിഗ്നിഫിക്കൻസ് ഓഫ് കോറിലേഷൻ ഡി എഫ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? N-2. വെരി വെരി ഇമ്പോർട്ടന്റ്. ഇത് ഫോർമുല അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. ഡിഗ്രി ഓഫ് ഫ്രീഡം കൈ സ്ക്വയർ ടെസ്റ്റിൽ എത്രയായിരിക്കും? C-1 into R-1. അൺപെയർ ടി ടെസ്റ്റില് ഡി എഫ് is equal to N1 plus N2 minus 2. പെയർ ടി ടെസ്റ്റില് ഡി എഫ് is equal to N-1. സിഗ്നിഫിക്കൻസ് ഓഫ് കോറിലേഷൻ ഡി എഫ് is equal to N-2. ഇതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. Now coming on to type 1 and type 2 error. ഇത് ചോദിച്ചിട്ടുണ്ട്. type 1 error എന്തുവാണ്, type 2 error എന്തുവാണ്? അപ്പൊ type 1 error എന്താണ്? വെരി വെരി ഇമ്പോർട്ടന്റ്. റിസർച്ചർ എപ്പോഴും നൾ ഹൈപ്പോത്തസിസ്, ഞാൻ പറഞ്ഞായിരുന്നു, അപ്പൊ നിങ്ങൾ ഓർത്തോളുക. നൾ ഹൈപ്പോത്തസിസ് എങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യും? H0. ടൈപ്പ് 1 എറർ എപ്പോഴാണ് സംഭവിക്കുന്നത്? റിസർച്ചർ നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യുമ്പോൾ അതെന്തായിരിക്കും? അത് ആക്ച്വലി ട്രൂ ആയിരിക്കും. Then we call it as type 1 error. Researcher make a type 1 error by rejecting a null hypothesis that is in fact true. That is type 1 error. Accepting a researcher null hypothesis, false null hypothesis accept ചെയ്തു കഴിഞ്ഞാൽ it gives a type 2 error, a false negative conclusion. Very very important. If ഇത് ഓർത്തു വെച്ചേക്കുക, hypothesis true ആണെങ്കിൽ it is a correct decision, type 1 error. Hypothesis false ആണെങ്കിൽ type 2 error, it is correct decision. ഈ ടേബിൾ ഇതേപോലെ പഠിച്ചു വെച്ചേക്കുക. സ്റ്റാറ്റിസ്റ്റിക്സ് നിന്ന് ചോദിക്കുമെങ്കിൽ ഈ രണ്ട് മെയിൻ ഷുവർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷർ ഓഫ് ഡിസ്പെർഷൻ, type 1 and type 2 error. വെരി വെരി ഇമ്പോർട്ടന്റ്. ഒരുപാട് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. എപ്പോഴും ചോദിക്കുക, റിസർച്ചർ ടൈപ്പ് 1 എറർ സംഭവിക്കണമെങ്കിൽ അവിടെ റിസർച്ചർ എന്ത് ചെയ്യണം? നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യണം. പക്ഷേ അത് ആക്ച്വലി നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആയിരിക്കും. ഇനി false null hypothesis researcher accept ചെയ്തു കഴിഞ്ഞാൽ we call it as type 2 error. It is a false negative conclusion.
അപ്പം H0 is true, it is the correct decision. Type 1 reject hypothesis, type 1 error. Hypothesis false, type 2 error. Reject hypothesis, it is the correct decision. Very, very important. Type 1 and type 2 error. Now coming on to p-value. What is a p-value? P-value. What is a p-value? P-value, actual probability of committing a type error. P-value indicates the actual probability of making a type 1 error is called as p-value. It is also called as level of significance. Usually taken as എപ്പോഴും നമ്മൾ എടുക്കുന്ന 5% അല്ലെങ്കിൽ 0.05 ലെവലിലായിരിക്കും. അത് നിങ്ങൾ കണ്ടുപിടിച്ച അസോസിയേഷൻ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആണോ, ഹൈപ്പോസ് റിജക്ട് ചെയ്യണോ എന്നൊക്കെ നിങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു സാധനമാണ് p-value. P-value is actually indicates the level of significance. Probability of making a type 1 error is called as level of significance. It is represented by a letter P or alpha. ഇതിന് യൂഷ്വലി ടേക്കൺ എപ്പോഴും നമ്മൾ എടുക്കുന്ന 5%-ലായിരിക്കും, 0.05-ലായിരിക്കും, അസോസിയേഷൻ സിഗ്നിഫിക്കന്റ് ആയിരിക്കും, ഹൈപ്പോസിസ് റിജക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ദാറ്റ് ഈസ് p-value. Now coming on to Cronbach's alpha. എന്തിനാണ് Cronbach ആൽഫ ഉപയോഗിക്കുന്നത്? എപ്പോഴും ഇങ്ങനെ പഠിച്ചു വെച്ചേക്കുക. Cronbach ആൽഫ ഉപയോഗിക്കുന്നത് ഇന്റേണൽ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ റിലയബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. എപ്പോഴും അത് Cronbach ആൽഫ 0 to 1 ആയിരിക്കും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.9 ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എക്സലന്റ്. എപ്പോഴാണ് എക്സലന്റ് എന്ന് പറയാൻ പറ്റുന്ന ടൂള്? എപ്പോഴാണ് 0.9 കൂടുതലായി കഴിഞ്ഞാൽ വി കോൾ ഇറ്റ് ആസ് ഇറ്റ് ഈസ് എക്സലന്റ്. Cronbach alpha measures internal consistency or reliability which is between 0 to 1. മനസ്സിലായില്ലേ? ഇപ്പൊ ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ പറഞ്ഞ പോലെ it is number of values that are free to vary are called as degree of freedom. Test of significance. Test of significance. ഒരുപാട് ടെസ്റ്റുകളുണ്ട്. Basically there are two types of tests, parametric and non-parametric test. ഈ പാരാമെട്രിക് ടെസ്റ്റിന്റെ വേറൊരു പേരാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ്. എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന വാല്യൂസ്, അതായത് സപ്പോസ് പോപ്പുലേഷൻ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പോപ്പുലേഷൻ വാല്യൂസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ടെസ്റ്റിന് പറയുന്ന പേരാണ് പാരാമെട്രിക് ടെസ്റ്റ്. നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യത്തില്ല. അതാണ് നോൺ പാരാമെട്രിക്. ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ബേസിക്കലി there are two tests, parametric and non parametric test. എന്തൊക്കെയാണ് ഇതും ചോദിച്ചിട്ടുണ്ട്. പാരാമെട്രിക് ടെസ്റ്റിൽ ഏതൊക്കെ ടെസ്റ്റ് വരും? whether t test is a parametric. അപ്പൊ ഒന്ന് മാത്രം പഠിച്ചു വെച്ചേക്കുക, t test, z test, ANOVA. ഈ 3 ടെസ്റ്റുകൾ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. അപ്പൊ ബാക്കിയെല്ലാം നോൺ പാരാമെട്രിക് ആയിരിക്കൂലേ? എപ്പോഴും നമ്മൾ രണ്ടും പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറൈസ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ നമുക്ക് വേണ്ട കാര്യം മാത്രം പഠിക്കുക. പാരാമെട്രിക് ടെസ്റ്റ് ഏതൊക്കെയാണ്? ടി ടെസ്റ്റ്, ഇസഡ് ടെസ്റ്റ്, അനോവ. എന്തിനാണ് പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്? അതൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ആണ്. ഈ ടെസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അസംഷൻസ്, പോപ്പുലേഷൻ മേലുള്ള അസംഷൻസ് നോർമലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഒരേ വേരിയൻസിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ടെസ്റ്റിന് പറയുന്ന പേരാണ് പാരാമെട്രിക് ടെസ്റ്റ്. ഏതൊക്കെ തരമാണ് പാരാമെട്രിക് ടെസ്റ്റ്? ടി ടെസ്റ്റ്, ഇസഡ് ടെസ്റ്റ്, അനോവ ആർ കോൾഡ് ആസ് പാരാമെട്രിക് ടെസ്റ്റ്. And what are the non-parametric tests? Non-parametric tests are chi-square test, median test, McNamara test, Mann-Whitney test, Wilcoxon test, Fisher's exact test. ഏതൊക്കെയാണ് ടെസ്റ്റ്? chi-square test, median test, McNamara test, Mann-Whitney test, Wilcoxon test, Fisher's exact test. അപ്പൊ ഇത്ര ആലോചിച്ച് വെച്ചുകൊള്ളുക. ടി ടെസ്റ്റ്, ഇസഡ് ടെസ്റ്റ്, അനോവ അല്ലാതെ വേറെ ഏത് ടെസ്റ്റ് വന്നാലും they are നോൺ പാരാമെട്രിക് ടെസ്റ്റ്. ചോദിച്ചിട്ടുണ്ട്, ഇത് പല എക്സാമിനോട് ചോദിച്ചിട്ടുണ്ട്. കാരണം എപ്പോഴും ആൾക്കാർ കൺഫ്യൂഷൻ ആവും, chi-square ടെസ്റ്റ് പാരാമെട്രിക് ആണോ നോൺ പാരാമെട്രിക് ആണോ? അത് എപ്പോഴും ആലോചിച്ച് വെച്ചുക. ഒന്നുകൂടെ ഞാൻ പറയാം. പാരാമെട്രിക് ടെസ്റ്റ് ആർ ടി ടെസ്റ്റ്, ഇസഡ് ടെസ്റ്റ്, അനോവ. നോൺ പാരാമെട്രിക് chi-square ടെസ്റ്റ്, മീഡിയൻ ടെസ്റ്റ് ആൻഡ് McNamara test. That are Mann-Whitney test, Wilcoxon test,
Fisher's exact test. ഇതാണ് non-parametric test. Now coming on to t-test. എന്താണ് t-test? അപ്പൊ നിങ്ങൾക്കറിയാം t-test എന്ന് പറഞ്ഞാൽ it is a parametric test. എന്തിനാണ് t-test? രണ്ട് മീനുകൾ തമ്മിലുള്ള ഡിഫറൻസുകളെ മെഷർ ചെയ്യുന്ന സാധനമാണ് t-test. എവിടെയാണ് ഉപയോഗിക്കുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. ഇപ്പം നിങ്ങളുടെ സപ്പോസ് നിങ്ങളിപ്പോൾ ഒരു സ്റ്റഡി ചെയ്യാണ്, സ്റ്റഡി ടു അസസ് സ്ട്രെസ് എമംഗ് സ്കൂൾ ചിൽഡ്രൻ. എത്ര പിള്ളേരെ എടുക്കുന്നത്? 30 പിള്ളേരെ എടുക്കുന്നത്, അല്ലെങ്കിൽ 25 പിള്ളേരെ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ടെസ്റ്റ് ഉപയോഗിക്കാം? t-test. 30 സാമ്പിൾ സൈസ് 30 കൂടുതലാണെങ്കിൽ യു ക്യാൻ യൂസ് NZ ടെസ്റ്റ്. പക്ഷേ ഇപ്പോഴേ സാധാരണ തിയററ്റിക്കലി എങ്ങനെയാ പറയുന്നത്, പക്ഷെ 30 സാമ്പിളിൽ കൂടുതലായാലും യു ക്യാൻ യൂസ് എ t-test. t-test ആർ രണ്ട് തരമുണ്ട്. ദേ ആർ unpaired t-test and paired t-test. Unpaired t-test are used to obtain data from two independent separate groups of people. രണ്ട് തരം ആൾക്കാരിൽ, അതായത് സപ്പോസ് നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കുക, ഒരു എക്സ്റ്റേണൽ ഗ്രൂപ്പും ഉണ്ട്, ഒരു കൺട്രോൾ ഗ്രൂപ്പും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പിലെ അവിടെ ആ രണ്ട് ഗ്രൂപ്പുള്ള ആൾക്കാരിൽ നിന്നും നിങ്ങൾക്ക് അൺപെയർഡ് t-test ഉപയോഗിച്ച് ഡേറ്റ കളക്ട് ചെയ്യാം. ഇനി എന്താണ് പെയർഡ് t-test? ഇൻഡിപെൻഡന്റ് ഒബ്സർവേഷൻ മെയ്ഡ് ഓൺ സാമ്പിൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ. സപ്പോസ് നിങ്ങളൊരു പ്രാണായാമ കൊടുത്തു, ഒരു പ്രാണായാമ കൊടുത്തു, നിങ്ങൾക്ക് സ്ട്രെസ് കുറയോ കുറയില്ലേ, അല്ലെങ്കിൽ മ്യൂസിക് തെറാപ്പി കൊടുത്തു, പിള്ളേരുടെ സ്ട്രെസ് കുറയോ ഇല്ലേ നിങ്ങൾക്ക് പരീക്ഷിക്കണം. അപ്പൊ നിങ്ങൾക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം? പെയർഡ് t-test ഉപയോഗിക്കാം. ഇതൊക്കെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ റിസർച്ചർ എപ്പോഴും ചിന്തിക്കുക, ഇപ്പൊ നിങ്ങൾ ഒരു വലിയ റിസർച്ചറായി ഒരു റിസർച്ച് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കുക ഏത് ടെസ്റ്റാണ് ഞാൻ ഉപയോഗിക്കുക. അപ്പൊ ഞാനൊരു മ്യൂസിക് തെറാപ്പി, സ്ട്രെസ്സും മ്യൂസിക് തെറാപ്പിയും കൂടിയുള്ള ഒരു സ്റ്റഡിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മ്യൂസിക് തെറാപ്പി കൊടുത്തതിന് മുമ്പ് സ്ട്രെസ് ഞാൻ അസസ് ചെയ്തു, മ്യൂസിക് തെറാപ്പി കൊടുത്തു, അത് കഴിഞ്ഞ് ഞാൻ സ്ട്രെസ് അസസ് ചെയ്തു, സ്ട്രെസ്സിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. അപ്പൊ അവിടെ നമുക്ക് പെയർഡ് t-test ഉപയോഗിക്കാൻ പറ്റും. അൺപെയർഡ് t-tesറ്റും പെയർഡ് t-tesറ്റും മനസ്സിലായോ? Now coming on to how to find t-test. t നിങ്ങൾക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? That is observe difference, അതായത് x1 മീൻ മൈനസ് x2 മീൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. അപ്പൊ സ്റ്റാൻഡേർഡ് എറർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് SD1 square the whole divided by n1 plus SD2 square the whole divided by n2. ഇതിന്റെ സ്ക്വയർ റൂട്ട് ഉണ്ട്, ഇവിടെ സ്ക്വയർ റൂട്ട് ഉണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് SD1 square the whole divided by n1 plus SD2 square the whole divided by n2. ഇതിന്റെ രണ്ടിന്റെ സ്ക്വയർ റൂട്ട് ആണ്. That is called as standard error. T is equal to what? Observed difference into x1 mean minus x2 mean the whole divided by standard error. That is t-test. Now coming on to ANOVA. ഇത് ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ പറയാം. രണ്ടിലധികമോ സാമ്പിൾ ഉണ്ടെങ്കിൽ, സാമ്പിൾ മീൻസ് ഉണ്ടെങ്കിൽ, സാമ്പിൾ അല്ല സാമ്പിൾ മീൻസ് അല്ലേ. ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് X എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്, Y എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്, Z എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ there you can use ANOVA. സപ്പോസ് സ്റ്റഡി എടുക്കാം, എഫക്ട് ഓഫ് ജിഞ്ചർ ഓൺ നോസിയ, വോമിറ്റിംഗ് ആൻഡ് ഫീവർ എമംഗ് വുമൺ എന്നാണ് നിങ്ങളുടെ സ്റ്റഡി. അതായത് ജിഞ്ചറിന്റെ എഫക്റ്റ്, ജിഞ്ചർ കഴിച്ചാൽ നോസിയക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമോ, വോമിറ്റിംഗിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ, ഫീവറിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നാണ് നിങ്ങളുടെ സ്റ്റഡി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, 3 തരം സാമ്പിളിലെ നോസിയ ഉള്ളവരുണ്ട്, വോമിറ്റിംഗ് ഉള്ളവരുണ്ട്, ഫീവർ ഉള്ളവരുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ എഫക്ട്, ജിഞ്ചറിന്റെ എഫക്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ there you can use an ANOVA for statistical analysis after collecting data. മനസ്സിലായോ? Now എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട് എന്താണ് SPSS. എപ്പോഴും SPSS means what? Statistical package of social sciences. What is SAS? Statistical analysis system. മിനിറ്റാപ്പ് എന്ന് പറഞ്ഞാൽ വേറൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ്. ഇത് രണ്ടും ചോദിക്കും. SPSS ചോദിച്ചിട്ടുണ്ട്, എക്സ്പാൻഡ് SCS SPSS ചോദിച്ചിട്ടുണ്ട്. SPSS is statistical package of social sciences. SASS means statistical analysis system. So that is statistical package.
Now coming on to chi-square. എന്താണ് chi-square? അപ്പൊ എപ്പോഴും നമ്മൾ ടെസ്റ്റ് ആലോചിച്ചോളൂ. chi-square എന്ത് തരം ടെസ്റ്റ്? നോൺ പാരാമെട്രിക് ടെസ്റ്റ്. എന്തൊക്കെയാണ് ടി ടെസ്റ്റ്? എന്തൊക്കെയാണ് പാരാമെട്രിക് ടെസ്റ്റ്? ടി ടെസ്റ്റ്, ഇസഡ് ടെസ്റ്റ്, അനോവ. chi-square is what? പാരാമെട്രിക്, നോൺ പാരാമെട്രിക് ടെസ്റ്റ്. എന്തിനു ഉപയോഗിക്കുന്നു? അസോസിയേഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നു. എന്തിന്റെ അസോസിയേഷൻ? പ്രഗ്നൻസിയിൽ സ്മോക്കിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ ലോ ബർത്ത് വെയിറ്റ് ബേബീസ്, സ്മോക്കിങ്ങും ലോ ബർത്ത് വെയിറ്റ് ബേബീസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം അല്ലെങ്കിൽ അസോസിയേഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് chi-square, അല്ലേ? അപ്പം എന്തൊക്കെ chi-square ചെയ്യണമെങ്കിൽ 4 കാര്യങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്തൊക്കെയാണ്? റാൻഡം സാമ്പിൾ ആയിരിക്കണം, ഫ്രീക്വൻസി ഡേറ്റ ഉണ്ടായിരിക്കണം, ഡേറ്റ ഫ്രീക്വൻസി ഉണ്ടായിരിക്കണം, മീൻ അല്ല വേണ്ടത്, ഫ്രീക്വൻസി ഡേറ്റയാണ് വേണ്ടത്. സാമ്പിൾ സ്പൈസ് 30ൽ കൂടുതലായിരിക്കണം. ലോവസ്റ്റ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി, അതായത് ഒരു ഫ്രീക്വൻസി എപ്പോഴും 5ൽ താഴാൻ പാടില്ല. 5ൽ താന്നാൽ നമുക്ക് chi-square ഉപയോഗിക്കാൻ പറ്റൂല. സാമ്പിൾ സൈസ് 30ൽ കുറഞ്ഞാൽ chi-square ഉപയോഗിക്കാൻ പറ്റൂല. അവിടെ വേറൊരു ടെസ്റ്റ് ഉപയോഗിക്കുന്നത് ഫിഷർ ടെസ്റ്റ് എന്ന് പറയും. പഠിക്കേണ്ട കാര്യമില്ല, റിസർച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കും. ഇത് 3 കാര്യങ്ങൾ. അപ്പം എന്തൊക്കെയാണ് chi-square? അസോസിയേഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റിന് പറയുന്ന പേരാണ് chi-square. സ്മോക്കിംഗ് ഇൻ പ്രഗ്നൻസി ആൻഡ് ലോ ബർത്ത് വെയിറ്റ് ബേബീസ്. chi-square കണ്ടുപിടിക്കണമെങ്കിൽ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്? റാൻഡം സാമ്പിൾ ആയിരിക്കണം, ക്വാളിറ്റേറ്റീവ് ഡേറ്റ ആയിരിക്കണം, എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഡേറ്റ ഉണ്ടായിരിക്കണം, മീൻ ആകരുത്. സാമ്പിൾ സൈസ് 30ൽ കൂടുതലായിരിക്കണം. ലോവസ്റ്റ് ഫ്രീക്വൻസി, ഒരു സൈസ് ഡേറ്റ എപ്പോഴും ഒരു ഡേറ്റ പോലും 5ൽ താഴാൻ പാടില്ല. ദാറ്റ് ഈസ് chi-square. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് മനസ്സിലായോ? ഇത്രയാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പം നിങ്ങൾ റിസർച്ച് ചെയ്തു, സ്റ്റാറ്റിസ്റ്റിക്സും ചെയ്തു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇനി ഇത് നിങ്ങളുടെ റിസർച്ച് സ്റ്റഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? സെലക്ട് പ്രോപ്പർ ചാനൽസ് ഫോർ കമ്മ്യൂണിക്കേഷൻ. Know the consumers. കൺസ്യൂമേഴ്സിന് എന്താണ് വേണ്ടത് അത് കൊടുക്കുക. ഡെവലപ്പ് എഫക്റ്റീവ് പ്ലാൻ ഓഫ് റൈറ്റിംഗ് എ റിസർച്ച് റിപ്പോർട്ട്. നല്ലൊരു പ്ലാൻ എഴുതുക. കെയർഫുൾ സെലക്ഷൻ ഓഫ് ജേർണൽ ഫോർ പബ്ലിക്കേഷൻ ഓഫ് റിപ്പോർട്ട് ആൻഡ് കെയർഫുൾ റിവ്യൂ ഓഫ് ഓതേഴ്സ് മാനുസ്ക്രിപ്റ്റ് ഗൈഡ് ലൈൻസ്. ഇത്രയാണ് ക്രൈറ്റീരിയ ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് എ റിസർച്ച്. എന്തൊക്കെയാണ്? സെലക്ട് പ്രോപ്പർ ചാനൽ ഫോർ കമ്മ്യൂണിക്കേഷൻ, കൺസ്യൂമേഴ്സിനെ അറിയുക, know the consumers, develop effective plan of writing a research report, careful selection of journal for publication of report, careful review of author manuscript guideline. ഇത്രയാണ് criteria for communicating a research. Now next is മെത്തേഡ്സ് കമ്മ്യൂണിക്കേറ്റിംഗ് റിസർച്ച്. എങ്ങനെ നിങ്ങൾ ചെയ്ത സ്റ്റഡി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ റിസർച്ച് സ്റ്റഡി ചെയ്തു, സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്തു, നിങ്ങൾ റിപ്പോർട്ട് എഴുതി. ഇനി നിങ്ങൾക്ക് ഇത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? 2 തരം രീതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾ എഴുതി കൊടുക്കുക, എഴുതി റിപ്പോർട്ടായിട്ട് നിങ്ങൾ തയ്യാറാക്കി കൊടുക്കാം, ഇല്ലെങ്കിൽ ഓറലി റിപ്പോർട്ട് കൊടുക്കാം. 2 types, written report, oral report. ഇതൊന്നും ചോദിക്കില്ല, കുറെ ഇൻഫർമേഷൻ. ഇത് ചോദിക്കും. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് റിസർച്ച് റിപ്പോർട്ട്. റിസർച്ച് റിപ്പോർട്ടിന്റെ ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, ഹോണസ്റ്റ് ആയിരിക്കണം, കംപ്ലീറ്റ്നെസ് ആയിരിക്കണം, ആക്യുറസി ഉണ്ടായിരിക്കണം, സബ്ജക്ട് കണ്ടന്റ് കവർ ചെയ്യണം, റിട്ടൺ ആയിരിക്കണം, പ്രസന്റഡ് ലോജിക്കലി ആയിരിക്കണം, അബ്സ്ട്രാക്ട് ടെർമിനോളജി അബ്സ്ട്രാക്ട് ആയിരിക്കണം, ടെർമിനൽ ജാഗോൺസ് ഒന്നും വരാൻ പാടില്ല. റിസർച്ച് റിപ്പോർട്ട് മസ്റ്റ് റിഫ്ലക്ട് ഇറ്റ്സ് ഒറിജിനൽ ആയിരിക്കണം. എന്തൊക്കെ ആയിരിക്കണം? ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, ഹോണസ്റ്റി ആയിരിക്കണം, കംപ്ലീറ്റ്നെസ് ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം, സബ്ജക്ട് കണ്ടന്റ് കവർ ചെയ്യണം, ഷോർട്ട് ആയിരിക്കണം, റിട്ടൺ ആയിരിക്കണം, ലോജിക്കലി പ്രസന്റ് ചെയ്യണം, അബ്സ്ട്രാക്ട് ടെർമിനോളജി ആയിരിക്കണം, ടെർമിനൽ ജാഗോൺസ് ഒന്നും പാടില്ല. Research report must reflect its originality. ഇനി എന്തൊക്കെയാണ് ബാരിയേഴ്സ് ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് നഴ്സിംഗ് റിസർച്ച്? എന്തൊക്കെയാണ് ബാരിയേഴ്സ്? 3 തരം ബാരിയേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. There are basically nursing research factors,
organizational factors, communication factors. These are all the barriers of utilization of nursing research. ഇതൊക്കെയാണ് barriers എന്ന് പറയുന്നത്. അപ്പം നഴ്സിംഗ് റിസർച്ച് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഒരുപാട് കാര്യങ്ങളുണ്ട്. നഴ്സിംഗ് റിസർച്ച് എന്താണ് ബാരിയേഴ്സ്? നഴ്സിംഗ് റിസർച്ച് ഫാക്ടേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ് പ്രോപ്പർ മെത്തഡോളജി ഇല്ലായ്മ, കൺക്ലൂഷൻസ് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല, റിസർച്ച് നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാം, റിസർച്ച് നമ്മൾ സ്റ്റഡി ചെയ്താൽ അവിടെ നിൽക്കും, ഫർദർ സ്റ്റഡി ചെയ്യത്തില്ല, ലിറ്ററേച്ചർ റിപ്പോർട്ട് എപ്പോഴും കോൺഫ്ലിക്റ്റിംഗ് ആയിരിക്കും, നേഴ്സ് ചെയ്യുന്ന ആൾക്ക് തന്നെ അറിഞ്ഞൂടാ ഈ ഇത് എന്തിനു വേണ്ടിയാന്ന്, പിന്നെ റിസർച്ച് ആർട്ടിക്കിൾസ് ഒന്നും പബ്ലിഷ് ചെയ്ത് കണ്ടിട്ടില്ല, പെട്ടെന്ന് പബ്ലിഷ് ചെയ്ത് കണ്ടിട്ടില്ല, നഴ്സിംഗ് റിസർച്ച് ജനറലി ലാക്ക് ചെയ്യും, ക്ലിനിക്കൽ ആപ്ലിക്കാലിറ്റി ലാക്ക് ചെയ്യും. അതൊക്കെയാണ് നമ്മൾ നഴ്സിംഗ് റിസർച്ച് ഫാക്ടേഴ്സിൽ പറയുന്നത്. ഇനി എന്താണ് ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ്? ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ഫെയിൽ ചെയ്യും, പ്രൊവൈഡ് ആക്സസ് ടു ജേർണൽസ്. അതായത് ഓർഗനൈസേഷൻ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന റിസർച്ച് എവിടെയാണോ ചെയ്യുന്നത് ആ ഓർഗനൈസേഷൻ നിങ്ങൾക്ക് ഒരുപാട് റിസർച്ച് റിസോഴ്സസ് തരത്തില്ല, അവർക്ക് ഫണ്ടിങ് കാണത്തില്ല ന്യൂ റിസർച്ച് ഫൈൻഡിങ്ങിൽ, അത് നിങ്ങൾ ചെയ്ത സ്റ്റഡി നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ ഡോക്ടേഴ്സ്, നിങ്ങൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് അതൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല, അതിനോടൊന്നും കോപ്പറേറ്റ് ചെയ്യത്തില്ല, നിങ്ങളുടെ സ്റ്റാഫ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യത്തില്ല, ആ ഓർഗനൈസേഷനുള്ള നിങ്ങളുടെ തൊഴിൽ കൂടാതെ നിങ്ങൾക്ക് എന്താ പറയാ ഇൻസഫിഷ്യന്റ് ടൈം ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഈ ഫെസിലിറ്റീസ് എല്ലാം ഫെസിലിറ്റീസ് ആയിരിക്കത്തില്ല, ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഓർഗനൈസേഷൻ ഉണ്ടാകത്തില്ല. പിന്നെ ഒരുപാട് നിങ്ങളുടെ സ്റ്റഡി കൊണ്ട് ഇപ്പൊ സപ്പോസ് മ്യൂസ് തെറപ്പി കൊണ്ട് സ്ട്രെസ് കുറഞ്ഞു എന്ന് വിചാരിക്കുക പേഷ്യൻസിന്റെ, പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ അതോറിറ്റിയുടെ സാങ്ഷൻ ഇല്ലാതെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങളുടെ പേഷ്യന്റിന്റെ ബെറ്റർമെന്റിന് വേണ്ടി നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ സമ്മതിക്കത്തില്ല. പക്ഷേ നിങ്ങൾ എപ്പോഴും നിങ്ങൾ പിറകോട്ട് വലിക്കും, കാരണം നിങ്ങളുടെ റിസൾട്ട്സ് ഒന്നും നിങ്ങൾക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾ വന്നിട്ട് അത് നിങ്ങൾ ഓർഗനൈസേഷൻ എപ്പോഴും നിങ്ങളുടെ പിറകോട്ട് വലിക്കും. ദാറ്റ് ആർ കോൾഡ് ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ്. ഇപ്പൊ നഴ്സിംഗ് റിസർച്ച് ഫാക്ടേഴ്സ് മനസ്സിലായി, ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ്. എന്താണ് ഈ കമ്മ്യൂണിക്കേഷൻ ഫാക്ടേഴ്സ്? അതായത് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് നിങ്ങൾ സ്റ്റഡി ചെയ്യുന്നു, അപ്പൊ നിങ്ങൾക്ക് ആ റിസൾട്ട് നിങ്ങൾക്ക് ഡിസമിനേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ആസ് എ റിസർച്ചർ യു ഫീൽ ദർ ഇസ് എ ലാക്ക് ഓഫ് കൊളാബറേഷൻ വിത്ത് ദ ക്ലിനീഷ്യൻസ്, ലാക്ക് ഓഫ് പ്രസന്റേഷൻ. നിങ്ങൾക്ക് ക്ലിനിക്കൽ സെറ്റിംഗിൽ നിങ്ങൾക്ക് അത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. പബ്ലിക് ക്ലിനിക്കൽ നഴ്സിംഗ് ജേർണൽസിൽ ഒരുപാട് കുറവാണ്. ക്ലിനിക്കൽ നഴ്സിംഗ് ജേർണൽസ് ഒരുപാട് നഴ്സിംഗ് ജേർണൽസ് ഉണ്ട്, ബട്ട് ക്ലിനിക്കൽ നഴ്സിംഗ് ജേർണൽസ് കുറവാണ്. അതിനകത്ത് പബ്ലിക്കേഷൻ ഉണ്ടാകത്തില്ല, നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല പല കാര്യങ്ങളും, പല റിസർച്ച് പബ്ലിക്കേഷൻസും. പിന്നെ ഇംപ്ലിക്കേഷൻ, നഴ്സിംഗ് ഇംപ്ലിക്കേഷൻസ് വളരെ കുറവായിരിക്കും. റിസർച്ച് റിപ്പോർട്ട് എപ്പോഴും ക്ലിയർലി റെഡിബിലി റിപ്പോർട്ട് ചെയ്യത്തില്ല. നിങ്ങൾ ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് അണ്ടർസ്റ്റാൻഡബിൾ അല്ല. റിസർച്ച് നോൺ റെലവെന്റ് ആയിരിക്കും പലപ്പോഴും നഴ്സസ് പ്രാക്ടീസിൽ. ഇതൊക്കെയാണ് ബാരിയേഴ്സ് ഇൻ യൂട്ടിലൈസേഷൻ നഴ്സിംഗ് റിസർച്ച്. നഴ്സിംഗ് റിസർച്ച് ഫാക്ടേഴ്സ്, ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ്, കമ്മ്യൂണിക്കേഷൻ ഫാക്ടേഴ്സ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ബാരിയേഴ്സ് ഇൻ യൂട്ടിലൈസേഷൻ നഴ്സിംഗ്. ഇനി ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇത് കൂടാതെ there is something called as mixed method research. ഇപ്പോൾ ഒരു പുതിയൊരു സാധനമാണ് മിക്സ്ഡ് മെത്തേഡ് റിസർച്ച്. പണ്ടൊക്കെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ്, ഞാനൊക്കെ പഠിക്കുമ്പോൾ ഡിസ്ക്രിപ്റ്റീവും ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളൂ. ബട്ട് ഞാൻ എൻ്റെ MPhil പഠിച്ചപ്പോൾ അവിടെ കണ്ട സാധനമാണ് മിക്സ്ഡ് മെത്തേഡ്. അവിടെ ഞങ്ങളൊക്കെ ഈ സ്റ്റഡി ഇത് മിക്സ്ഡ് മെത്തേഡ് ഉപയോഗിച്ച് ഞങ്ങൾ സ്റ്റഡി ചെയ്തായിരുന്നു 2016-18 കാലഘട്ടത്തിൽ. ബട്ട് നൗ മിക്സ്ഡ് മെത്തേഡ് റിസർച്ച് ആർ മോർ കോമൺ. ഇത് വെരി ഇമ്പോർട്ടൻറ്റ്, ഇപ്പോൾ കോമൺ ആണ്. എന്താണ് ഇതിന്റെ അറിഞ്ഞാൽ മതി ഫോർ യുവർ ഇൻഫർമേഷൻ. പക്ഷെ ഇതുവരെ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടില്ല. ഇത് മിക്സ്ഡ് മെത്തേഡ് റിസർച്ചിൽ നിങ്ങൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. എന്താണ് ഡേറ്റ? ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ബോത്ത് ക്വാളിറ്റേറ്റീവ്. ട്രയാങ്കുലേഷൻ ഡിസൈൻ ആണ്, വേർ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റാസ് ആർ യൂസ്. എംബഡഡ് ഡിസൈൻ, എക്സ്പ്ലനേറ്ററി ഡിസൈൻ. ഈ 3 തരം ഡിസൈൻസ് ആണ് ഈ മിക്സ്ഡ് മെത്തേഡ്, 4 തരം ഡിസൈൻ ആണ് ഈ മിക്സ്ഡ് മെത്തേഡ് ഡിസൈനിൽ ഉപയോഗിക്കുന്നത്. They are triangulation design, embedded design, explanatory design and exploratory design.
These are mixed method research design. അപ്പോൾ ഇതാണ് മിക്സ്ഡ് മെത്തേഡ് റിസർച്ച് ഡിസൈൻസ്. നൗ കമ്മിങ് ഓൺ, ഇത്രയാണ് നമ്മള് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പം ഹോപ്പ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ക്ലാസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം, എന്തൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചതെന്ന്. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ പഠിച്ചു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. മെഷേഴ്സ് ടെൻഡൻസി എന്താണെന്ന് പഠിച്ചായിരുന്നു. അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, മോഡ്, ജിയോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ. അരിത്തമെറ്റിക് മീൻ എന്താന്ന് പറഞ്ഞായിരുന്നു, അരിത്തമെറ്റിക് മീൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു പറഞ്ഞായിരുന്നു, മീഡിയൻ എന്താന്ന് പറഞ്ഞായിരുന്നു, മെറിഡിയൻ ഓഫ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടേബിൾ, മോഡ് എന്താന്ന് പറഞ്ഞു, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, നോർമൽ പ്രോബിലിറ്റി കർവ്, സ്റ്റാൻഡേർഡ് നോർമൽ കർവ്, ഗോസിയൻ കർവ്, കട്ടോസിസ്, സ്ക്യൂനെസ്, കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്താന്ന് പറഞ്ഞായിരുന്നു, പെർഫെക്റ്റ് കോറിലേഷൻ എന്താന്ന് പറഞ്ഞായിരുന്നു, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, മോഡറേറ്റ് പോസിറ്റീവ് കോറിലേഷൻ, മോഡറേറ്റ് നെഗറ്റീവ് കോറിലേഷൻ, അബ്സല്യൂട്ട് നോ കോറിലേഷൻ, കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്താന്ന് പറഞ്ഞായിരുന്നു, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് പറഞ്ഞായിരുന്നു, ഡിഗ്രി ഓഫ് ഫ്രീഡം ഹൈ സ്ക്വയറിന്റെ എത്ര, അൺപെയർഡിന്റെ എത്ര, പെയർഡിന്റെ എത്ര, സിഗ്നിഫിക്കൻസ് കോറിലേഷൻ, ടൈപ്പ് 1 ടൈപ്പ് 2 എറർ എന്താന്ന് പറഞ്ഞായിരുന്നു, പി വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു, ക്രോൺബാക്സ് ആൽഫ എന്താന്ന് പറഞ്ഞായിരുന്നു, ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താന്ന് പറഞ്ഞായിരുന്നു, ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് പാരാമെട്രിക് നോൺ പാരാമെട്രിക് എന്താന്ന് പറഞ്ഞായിരുന്നു, പാരാമെട്രിക് ടെസ്റ്റ് ടി ടെസ്റ്റ്, ഇസഡ് ടെസ്റ്റ്, അനോവ. നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്തൊക്കെയാന്ന് പറഞ്ഞായിരുന്നു, ടി ടെസ്റ്റ്, പിന്നെ അനോവ, സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജസ്, SPSS സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് സൊല്യൂഷൻസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് സിസ്റ്റം എന്താന്ന് പറഞ്ഞായിരുന്നു, കൈ സ്ക്വയർ എന്താന്ന് പറഞ്ഞായിരുന്നു, ക്രൈറ്റീരിയ ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിസർച്ച്, എന്താ ക്രൈറ്റീരിയയാണ് ഒരു റിസർച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് പറഞ്ഞായിരുന്നു, മെത്തേഡ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞായിരുന്നു, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് റിസർച്ച് റിപ്പോർട്ട് ഏതൊക്കെയാന്ന് പറഞ്ഞായിരുന്നു, ബാരിയേഴ്സ് ഇൻ യൂട്ടിലൈസേഷൻ നഴ്സിംഗ് റിസർച്ച്, നഴ്സിംഗ് റിസർച്ച് ഫാക്ടേഴ്സ്, ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ്, കമ്മ്യൂണിക്കേഷൻ ഫാക്ടേഴ്സ്, മിക്സഡ് മെത്തേഡ് റിസർച്ച് ഡിസൈൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് എവിടെയെങ്കിലും ഉണ്ടോ? അപ്പൊ ഇന്നത്തോടു കൂടി നമ്മളുടെ നഴ്സിംഗ് റിസർച്ച് ക്ലാസ് കഴിഞ്ഞിരിക്കണം. അപ്പൊ എന്തെങ്കിലും ഇതുവരെ പഠിച്ച കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടോ നിങ്ങൾക്ക് പറയാം. ഇപ്പൊ നഴ്സിംഗ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ് കഴിയും. ഡൗട്ട്സ് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ഇടാം. എന്തെങ്കിലും മോഡിഫിക്കേഷൻ ക്ലാസ് എടുക്കുന്നതിൽ വരുത്തണമോ നിങ്ങൾ സജഷനും പറയാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് സജഷനാണ് നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്ത് പോകാൻ പറ്റുന്നത്. ക്ലാസ് മനസ്സിലായോ, എത്രത്തോളം മനസ്സിലായി, ഇത് എനിക്കൊരു ഫീഡ്ബാക്ക് ആയിരിക്കും. എല്ലാ ദിവസവും പഠിക്കുക, എക്സാമിന് വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും മോട്ടിവേറ്റ് ആയിട്ട് ഇനി ഇരിക്കുക. എനി ഡൗട്ട് യു ക്യാൻ മെസ്സേജ്, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കാം. എനി ഡൗട്ട്? ക്ലാസിന്റെ ഫീഡ്ബാക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ കൊള്ളായിരുന്നു. എല്ലാവരും അറ്റൻഡ് ചെയ്ത് എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്?
എല്ലാവരും മെസ്സേജ് അയച്ചാൽ സോ ദാറ്റ് any sort of you can add negative so that it will be helpful for me to improve. എനിക്ക് improve ചെയ്യാൻ വളരെ കാരണം അറിയില്ല. Any doubt you can message. നഴ്സിംഗ് റിസർച്ചിൽ ഇതിൽ നിന്നേ ക്വസ്റ്റ്യൻ ചോദിക്കുകയുള്ളൂ, വേറെ എവിടെ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ഞാൻ 110% ഗ്യാരണ്ടി ഞാൻ പറയുന്നു. ഇതിന്റെ പുറത്തുനിന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും ഞാൻ പഠിപ്പിച്ച അടുത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും പുറത്തുനിന്ന് ചോദിക്കില്ല. ഇത് ചിലപ്പോൾ ട്വിസ്റ്റ് ആയിട്ട് ചോദിച്ചേക്കാം, ബട്ട് ക്വസ്റ്റ്യൻ ഇത്രയും കാര്യങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് നിന്നും റിസർച്ചിൽ നിന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ഒരു കാര്യങ്ങൾ പോലും ആയിട്ട് ഐ ക്യാൻ അഷ്വർ യു, എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് അഷ്വർ ചെയ്യാൻ പറ്റും, ഇതിനെ പുറത്തുനിന്ന് ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കത്തില്ല. എനി ഡൗട്ട്സ് യു ക്യാൻ മെസ്സേജ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, സോ ദാറ്റ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ക്ലാസ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉണ്ട്, എല്ലാവരും മെസ്സേജ് അയക്കുക, സോ ദാറ്റ് ഇറ്റ് വിൽ ഹെൽപ്ഫുൾ ഫോർ മീ. ഹലോ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും നിങ്ങൾക്ക് ഒരു ഡൗട്ട് എനിക്ക് തോന്നുന്നു, എനിക്ക് ഫീൽ ചെയ്തതാണ്. കാരണം നിങ്ങളുടെ ഈ സ്റ്റാറ്റസിൽ ഞാൻ കുറെ ഇക്വേഷൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കാണും. കാരണം സ്ക്വയർ റൂട്ട് ഒന്നും ഇല്ല, കാരണം പവർ പോയിന്റിൽ അതേ പറ്റുള്ളൂ. ബട്ട് ഞാനത് എല്ലാ സ്റ്റാറ്റസ് ചോദിക്കുന്ന ഇക്വേഷൻസ് എല്ലാം ഞാനൊരു നല്ലോണം എഴുതി അത് നിങ്ങൾക്ക് ക്ലാസ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുമ്പം അതിനുള്ള ഇക്വേഷൻസും കാണും. പേടിക്കണം, നിങ്ങൾക്ക് വായിക്കാം, നല്ല രീതിയിൽ വായിക്കാം. PPT-യിൽ നമുക്ക് അതേ പറ്റുള്ളൂ. അതൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത്. ബട്ട് എന്നാൽ ഞാൻ അത് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് നോട്ട്സ് തരുമ്പോൾ ഞാൻ അത് നോട്ട്സ് കൂടെ നിങ്ങൾക്ക് തരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി മോർ ഡൗട്ട്സ്, ക്ലാരിഫിക്കേഷൻ, എന്തെങ്കിലും സജഷൻസ്, ഫീഡ്ബാക്ക്? ഒരാളുടെ ഫീഡ്ബാക്ക് തന്നിട്ടുള്ളൂ. ഒരാൾ ലെഫ്റ്റുമായി. അപ്പൊ ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ്.
അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ പേഷ്യൻ ലിസണിങ്. ഒരുപാട് നന്ദിയുണ്ട്. ഇത്ര 4-5 ക്ലാസ് നമ്മൾ എടുത്തു. ത്രൂ ഔട്ട് ദ ജേർണി യു ആർ വെരി അറ്റൻറ്റീവ്. എല്ലാ ദിവസവും വായിക്കുക, പഠിക്കുക, എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.